യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 18ാമത്തെ ആഴ്ച, വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 16ാമത്തെ അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. ഇന്നലെ നാം വായിച്ചു കേട്ടത് മത്തായിയുടെ സുവിശേഷം 15ാം അധ്യായമാണ്. അതായത് ഇന്നത്തെ വായനയുടെ തൊട്ട് മുന്നോള്ള വചനഭാഗങ്ങൾ. അവിടെ കാനാൻകാരി ആയ ഒരു സ്ത്രീ യേശുവിൻ്റെ മുന്നിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഒരു വിജാതീയ സ്ത്രീ, യേശുവിനെ കൂടുതലായിട്ട് അറിയാത്തൊരു സ്ത്രീ യേശുവിനെ അറിഞ്ഞപ്പോൾ മാനസാന്തരമുണ്ടായി യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് പറഞ്ഞ ആ ഒരു വാക്കുകളാണ് കർത്താവേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുക. ഇവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. യേശുവിനോടൊപ്പം നടന്ന തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനുള്ള മറുപടി പത്രോസ്ലീഹ പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരു വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അവിടെ കാനാൻകാരിയോട് ചോദിച്ചു, അതിനെ തുടർന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. ഇപ്പോൾ യേശുക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഇന്നേ വരെ ആയിരുന്ന നമ്മൾ ഓരോരുത്തരോടുമായിട്ട് ചോദിക്കുക, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും മറുപടി ജീവനുള്ള ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, കർത്താവാണ് എന്നൊക്കെ ആയിരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം ശുദ്ധിയുള്ളതായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം പറയുന്നുണ്ട്, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. അങ്ങനെ ഒരു ഹൃദയം എനിക്കുണ്ടായാൽ മാത്രമേ എനിക്ക് എൻ്റെ രക്ഷകനെ നോക്കി, യേശുക്രിസ്തുവിനെ നോക്കി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഒന്നായി തീർന്നു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മെ നോക്കി പറയും. അതായത് ഇന്നത്തെ 1ാം വായനയിൽ പറഞ്ഞതുപോലെ പറയും, ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യും, അവരുടെ പാപം ഞാൻ ഇനി ഓർക്കുകയില്ല. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവായി മാറിക്കൊണ്ട് പത്രോസിനെ പോലെയും കാനാൻകാരിയായ സ്ത്രീയെപ്പോലെയും നമുക്കും ഒരു വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനായിട്ട് എന്നെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുങ്ങി ക്രിസ്തുനാഥനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കും വിളിച്ചു പറയുവാൻ സാധിക്കണം, ഇവനാണ് എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്നെ സംരക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു സുവിശേഷം തന്ന ഈ ഒരു സന്ദേശം നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കാം. ക്രിസ്തുനാഥനെ രക്ഷക എന്നും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്നും ജീവിക്കുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നും നമുക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.